ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Glory to God's name. ഈ പുതുവർഷത്തിൽ ഒരിക്കൽ കൂടി ദൈവവചനത്തിൽ സംസാരിക്കാൻ ദൈവവും ദൈവസഭയും തന്ന ഈ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. I praise God and the assembly in this new year for giving me an opportunity to share from God's word. എല്ലാവർക്കും ഒരിക്കൽ കൂടി നവോത്സരാശംസകൾ. New Year greetings once again to everyone seated here. ഇന്നത്തെ അല്പനേരത്തെ വചന ശുശ്രൂഷയ്ക്കായി 2 കൊരിന്ത്യർ 4-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. For today's meditation, let's turn to 2 Corinthians chapter 4 verse 18. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. In English it is, while we look not at the things which are seen, but at the things which are not seen. For things which are seen are temporal, but the things which are not seen are eternal. നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ് വായിച്ചത്. We read a verse which is very familiar to us. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. While we look not at the things which are seen, but at the things which are not seen, for the things which are seen are temporal. സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ടുപോയി. We passed by a very eventful year. നാം അനേക കാര്യങ്ങൾ കാണുവാൻ ഇടയായി തീർന്നു. We did see many things. മരണം, വേദന, ദുഃഖം, നിരാശ, സാമ്പത്തിക നഷ്ടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ലോകം പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. The world passed through many problems like death, misery, sorrow, and tears. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ വർഷം ആഗതമായിരിക്കുകയാണ്. A new year has dawned upon us. ഈ പുതുവർഷത്തെ നാം വളരെ ആകാംക്ഷയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And we are waiting expectantly to see how this new year is turning out. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. We do not know what is going to happen. എന്നാൽ ഈ പുതുവർഷത്തിൽ വളരെ ധൈര്യത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ 3 അറിവുകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. Trusting in God, I would like to speak to you about 3 things which you should hold on to so that you can live with confidence this year. പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും കൊരിന്ത്യർക്ക് പറഞ്ഞു കൊടുത്ത ആ വലിയ അറിവ് നമുക്ക് ഇന്ന് ചിന്തിക്കാം. Let's meditate on the things which the Apostle Paul and Timothy shared to the believers in Corinth. എന്നാൽ ആ അറിവുകൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട വേദവാക്യം ആകുന്ന ലെൻസിൽ കൂടി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. To understand these truths, we should look at the verse through the lens that we are going to see now. ആ ലെൻസാണ് ഞാൻ ആദ്യം വായിച്ചത് 18-ാം വാക്യം. The lens is what we read first in verse 18. ഈ പറയാൻ പോകുന്ന 3 അറിവുകളും ഈ ലെൻസിലൂടെ നോക്കിയെങ്കിൽ മാത്രമേ അത് വലുതായി കാണാൻ ഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. These 3 things we can understand only when we look through the lens of this verse 18. ആ ലെൻസാണ് ഞാൻ വായിച്ചത്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. That is what we read. We are looking not at the things which are seen, but at the things which are not seen. ഞങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പൗലോസും തിമോത്തിയോസുമാണ് ഇവിടെ പറയുന്നത്. When they say we, it's referring to Paul and Timothy. എന്നാൽ ഇവിടെ പറയുന്നത് കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And they are saying we are not looking at the things which are seen, but at the things which are not seen. എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കാണാത്തതിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? My question today is, how can you look at the things which are not seen? ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. If anyone has an answer, you can tell now. വിശ്വാസത്താൽ, ഓക്കെ. By faith, that's right. ഹൃദയ കണ്ണുകൾ കൊണ്ട്, Eyes of the heart, എല്ലാം ശരിയാണ്. all these answers are right. എന്നാൽ ഞാൻ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. I'm going to repeat the same words again and again while I refer to different things. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയാൻ പോകുന്ന ഈ 3 അറിവുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. It is for you to understand the 3 knowledge we should take away today. മനസ്സിലാക്കാനല്ല, It's not to understand. ഹൃദയത്തിൽ ഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങ് ഉറപ്പിക്കാൻ, സിമെന്റ് ഇട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. It is to be assured and like concreted in cement so that it goes into the heart. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. And again it says, for the things which are seen are temporal, but the things which are not seen are eternal. അതും നമ്മൾ ചിന്തിക്കും. That is also we are going to see today. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ, കാണുന്നത് താൽക്കാലികമാണെന്നുള്ള കാര്യം? Have you ever thought that what we see today are temporal? കാണാത്തത് നിത്യമാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? Are we thinking that things which are not seen are eternal?
നാം അങ്ങനെ ഗ്രഹിച്ചിട്ടുണ്ടോ? Have we understood in this fashion? ഇനി ഞാൻ ഒന്നും കൂടെ കടന്നു ചോദിച്ചാൽ നാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? And let me go one step further and ask, do we അങ്ങനെ really believe യഥാർത്ഥത്തിൽ that? വിശ്വസിക്കുന്നുള്ളവരൊന്ന് കൈവക്കി. Those who are believe in things which not seen, please raise your hands. ആ പാടം 3, 4, 5 കൈവിരൽ എണ്ണാവുന്നവർ മാത്രം, എൻ്റെ കൈവിരൽ എണ്ണാവുന്നവർ മാത്രം. And only people who we can just count with the fingers, 4 or 5. അറ്റ്ലീസ്റ്റ് സത്യം പറഞ്ഞു. At least you told the truth. ഐ എം സോ ഹാപ്പി. I am very happy. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനെന്തോ എബോവിൽ നിന്ന് നിങ്ങളെക്കാളൊക്കെ എബോ ആണെന്ന് വിചാരിക്കരുത്. When I am speaking this, don't think that I am above you when I speak these words. ഞാനിത് സംസാരിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത് മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഇതായിരുന്നു, ഞാനെങ്ങനെ നിങ്ങളോട് സംസാരിക്കും. When I was going to prepare this from this chapter, I was thinking, how am I going to say this to you? ഞാൻ ഇംഗ്ലീഷിൽ പറയണം, am I worthy to speak to you? അതായത് നിങ്ങളോട് പറയാൻ ഇത് സംസാരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. Am I worthy? This is the thing that I was going through my mind. Am I worthy to speak this matter to you? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് അവസാനം ഞാനൊരു ഉത്തരത്തിലെത്തി. After thinking a lot, I came to this answer. ആക്ച്വലി ഞാൻ എന്നോട് കൂടിയാണ് സംസാരിക്കുന്നത്. Actually, I am also speaking to myself. ഞാൻ സംസാരിക്കുന്നില്ല. I am not speaking. The Lord is speaking through me. ദൈവമാണ് എന്നിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. It is God's Spirit who is speaking through me. അത് നിങ്ങളോടും എന്നോടും കൂടിയാണ്. It is speaking to you and me. അത് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ മാത്രമേ എനിക്കിതിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കൃപ ലഭിച്ചുള്ളൂ. Only when I thought in this manner, I got the grace to speak to you from this passage. So അതുകൊണ്ട് ഒന്നാമത്തെ ഈ പുതുവത്സരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അറിവാണ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. The first thing that I want to tell you is in 2 Corinthians 4:14, knowing that ye which raised up the Lord shall raise up you also by Jesus and shall present us with you. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ, അത് ദൈവമാണ്, ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. We know that he which raised up Lord Jesus Christ shall raise up also by Jesus and shall present us with you. നിങ്ങൾ അറിയുന്നു എന്നല്ല, ഞങ്ങൾ അറിയുന്നു എന്നാണ് It എഴുതിയിരിക്കുന്നത്. is not that you know, but it is that we know. പൗലോസും തിമോത്തിയോസും അറിയുന്ന ഒരു വലിയ കാര്യമാണ്, ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും അല്ലെങ്കിൽ ഞങ്ങളെയും ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും. And it is the great knowledge which Paul and Timothy has that if the Lord raised us you in Jesus Christ, then he will also raise us and make us to be present with you. പൗലോസിനും തിമോത്തിയോസിനും അറിയാമായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു, ഈ കൊറിന്ത്യർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. Paul and Timothy or the Holy Spirit Lord knew that Corinthians did not have a great knowledge of this matter. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ലെൻസിലൂടെ ഈ അറിവിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. The lens that I presented in the beginning, think that this verse through that. പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ കാണാൻ സാധിക്കുന്നത് എന്താണ്? When Paul is telling them, what is he able to see in front of him? അതിന് മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. When we read the verse above 14, we can see 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. And verse 11 we read, for we which live are already delivered unto death for Jesus' sake. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിനും തിമോത്തിയോസിനും കാണാൻ സാധിക്കുന്നത് ഉപദ്രവങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ദിനങ്ങളുമാണ്. And Paul and Timothy are able to see that in front of them are days of persecution, hardship, trouble, sorrow, and even delivered unto death. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ കാണാത്തതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. But Apostle Paul says we are looking at things which are not seen. ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ മരണത്തിനുള്ള അവസരങ്ങളുമെല്ലാം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നതെല്ലാം താൽക്കാലികമാണ്. And these problems and difficulties and even delivery unto death are temporal things. ഇനി കാണാത്ത എന്താണ്? ഞങ്ങളെ ഒരു ദിവസം അവൻ ഉയർപ്പിക്കും. And what am I not seeing? One day he will raise us up in Jesus Christ. യേശുക്രിസ്തു എങ്ങനെയെന്ന് മനസ്സിലായി എനിക്ക്. കാരണം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ഞാൻ അറിയുന്നു. How do I know? Because I know that Lord Jesus Christ was risen up. എനിക്ക് എങ്ങനെ ആ അറിവ് കിട്ടി? എനിക്ക് കിട്ടിയത് ആരോ എന്നോട് പറഞ്ഞു തന്നു. How did I get this knowledge? Somebody gave that knowledge to me. നമുക്ക് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരാതെ നമുക്കൊന്നും അറിയത്തില്ല, അല്ലേ? We don't know something unless other people tell it to us. ഞാനിങ്ങനെ ഒരു കഥയല്ല, ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അമേരിക്കയെക്കുറിച്ച് പണ്ടത്തെ കാലത്ത് യൂറോപ്യൻസിന് അറിയില്ലായിരുന്നു.
I heard something like this. In the olden days, Europeans did not know that there was a country by name USA. 1492 പോർച്ചുഗീസിൽ നിന്ന് അല്ലെങ്കിൽ സ്പെയിനിൽ നിന്ന് ക്രിസ്റ്റഫർ കൊളംബസ് ഏഷ്യയിലേക്ക് ഒരു ഡയറക്റ്റ് സീ പാത്ത് കണ്ടുപിടിക്കുന്നതിനായി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടു. In the year 1492, Christopher Columbus, he left from Europe to find a path to Asia. പക്ഷേ വഴിതെറ്റി ചെന്നെത്തിയത് അമേരിക്കയിലായിരുന്നു. But he lost his way and reached USA. അങ്ങനെ അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചു. That's how he found the Americas. അങ്ങനെയാണ് യൂറോപ്യൻസ്, പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അവിടെ കോളനികൾ സ്ഥാപിക്കാൻ ഇടവന്നത്. That's how Europeans like Portuguese and British formed colonies in USA. കൊളംബസ് തിരിച്ചു ചെന്ന് ആ അറിവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ അറിയത്തില്ലായിരുന്നു. If Columbus did not go back to his native place and share the knowledge with them, they would not have known about ഇന്ന് നമ്മൾ USA. കാണുന്ന അമേരിക്കയുടെ രൂപം ഇതാകുമായിരുന്നില്ല. The USA we see, the shape would not have been like this. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു അറിവ് കൊളംബസ് പങ്കുവെച്ചുകൊണ്ടാണ് യൂറോപ്യൻസിന് മനസ്സിലായത്. What I am telling you is that Europeans came to know about USA through the truth told to them by നാം Columbus. ഇവിടെ കേൾക്കാൻ പോകുന്ന എല്ലാ അറിവുകളും ആരോ പങ്കുവെച്ചതാണ്. And whatever knowledge we are going to hear today is shared by someone. ഇത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. It's no one else but our Lord Jesus Christ. കാരണം അവൻ മാത്രമേ നാം കാണാൻ പോകുന്ന ദേശത്തെ കണ്ടിട്ടുള്ളൂ. But only He has seen the place where we are going to go. അവൻ മാത്രമേ അവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. Only He has come down from heaven. അവൻ മാത്രമേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുള്ളൂ. Only He has been resurrected from the dead. അവന് മാത്രമേ ഉയർപ്പെന്തെന്ന് അറിയത്തുള്ളൂ. Only He knows what is being risen up from the അവൻ dead. മാത്രമേ ഒരു ഭവനം നമുക്കായി ഒരുക്കാൻ പോകുന്നുള്ളൂ. Only He is going to prepare a house for us. നാം സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ആ അറിവ് എന്നത് അവൻ മാത്രമാണ്. When we call Holy Father, it is Lord Jesus Christ who gave the knowledge about Holy അവന്റെ Father to ജീവിതത്തിൽ, us. അവന്റെ ജനനത്തിലും അവന്റെ മരണത്തിലും അവന്റെ ജീവിതത്തിലും അവന്റെ ഉയർപ്പിൽ നിന്നുമാണ് നമ്മൾക്ക് അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസിനും ഈ അറിവ് ലഭിച്ചത്. Through His birth, His life, His death and His resurrection, Apostle Paul and Timothy came to have this knowledge. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതെനിക്കറിയാം, അവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അതുകൊണ്ട് അവനെ ഉയർപ്പിച്ചവൻ എന്നെയും ഒരു നാൾ ഉയർപ്പിക്കും. എന്നെ മാത്രമല്ല, കൊറിന്ത്യരെ നിങ്ങളോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിച്ച തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞാൻ അറിയുന്നു. And Apostle Paul tells them that Lord Jesus Christ came to this world, He died, He resurrected. I know that He did that. Because He was resurrected, I know that He will also raise you up one അതുകൊണ്ട് day. പറയുകയാണ്, കാണാത്തതിനെത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. That's why He says, for the things which are seen are temporal, but the things which are not seen are eternal. ഒരുപക്ഷെ ഞാൻ നാളെ കൊല്ലപ്പെടാം, നാളെ പീഡനത്തിന് ഏൽപ്പിക്കപ്പെടാം, എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കൊന്നറിയാം, നിത്യമായ ഒന്ന് എനിക്കറിയാം, അത് നിത്യമാണ്. ഞാൻ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ എന്നെ ഒരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ തിരുസന്നിധിയിൽ നിൽക്കും. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. One thing I know, tomorrow I may be persecuted or killed, but what I know is one day I'm going to be resurrected and stand in front of the Lord, and that is I know for So ഈ sure. 2021 നമ്മൾ കടന്നപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നു. When we enter into this year 2021, we don't know what is going to happen in the future. ഒരുപക്ഷെ കഷ്ടങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രയാസങ്ങളും അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമായിരിക്കാം. Maybe it's difficulties, problems, hardships, or even be delivered unto death. എന്നാൽ നാം നോക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്താണ്? But what should we be looking forward to? നാം ചുറ്റുപാടുമുള്ള നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെയാണോ നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്? Are we looking at the things around us which we can see with our naked eyes? പൗലോസും തിമോത്തിയോസും അതല്ല നോക്കിക്കൊണ്ടിരുന്നത്, അവർ നിത്യമായ കാര്യത്തെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. Paul and Timothy was not looking at temporal things, but they were looking at eternal things. നാം എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? Where are we looking at today? നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡി ക്ഷയിക്കുന്ന കാര്യം, We are looking at the way our body gets decayed, നമ്മളുടെ ബിസിനസ് തകരുന്ന കാര്യം, our business getting slowly destroyed, നമ്മളുടെ എഡ്യൂക്കേഷൻ കുറയുന്ന കാര്യം, our education coming down, നമ്മുടെ പ്രൊമോഷൻ തീരുന്ന കാര്യം, our promotion being held up, നമ്മളുടെ ജോലി പോകുന്ന കാര്യം, we are losing our jobs, നമുക്ക് കൊറോണ പിടിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, the corona is threatening us, ഇന്റർനാഷണൽ ബോർഡർ അടച്ച കാര്യം, international border closing around us, റബ്ബറിന്റെ വില കുറഞ്ഞ കാര്യം, rubber's price diminishing, അതിന് അടുത്ത വീട് മേടിക്കുന്ന കാര്യം, buying next house, അതിന് മോർഗേജ് കിട്ടാത്ത കാര്യം, and not getting money for ഇതൊക്കെയാണ് mortgage. നാം ചിന്തിക്കുന്ന കാര്യം. These are the things which we are നാം concerned ഇതാണ് about. നോക്കിക്കൊണ്ടിരിക്കുന്നത്. This is what we are looking at. അതുകൊണ്ട് തന്നെ നാം എന്താണ്, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു. Therefore, we are not able to rejoice. നാം നിരാശയിലാണ്. We are in disappointment. എന്നാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ അപ്പുറം അനുഭവിച്ചുകൊണ്ടിരുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ.
But Paul, who was experiencing much more hardship than was told us, rejoice in the Lord always. എന്തുകൊണ്ടെന്നാൽ Again, I say പൗലോസ് rejoice. അപ്പോസ്തലനും തിമോത്തിയോസും നോക്കിക്കൊണ്ടിരുന്നത് നിത്യമായ കാര്യത്തിലാണ്, ഈ താൽക്കാലികമായ കാര്യത്തിലായിരുന്നില്ല. Because Paul and Timothy were looking at eternal things, not at temporary things. ഭൂമിയിൽ അനേക രാജാക്കന്മാർ വന്നുപോയി. There are many kings who existed in the earth. മഹതിയ ബാബിലോണും തകർന്നുപോയി. And the great Babylon empire is destroyed. വലിയ വലിയ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. There are only ruins of great cities of yesteryears. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ അത് പടുത്തുയർത്തപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് അവർ ഓർത്തില്ല. When they were building these cities centuries ago, they never realized that they are സോളമൻ going to be lost. ദേവാലയം പണിതുയർത്തിയപ്പോൾ അതിന്റെ കല്ലുകൾ മാത്രമേ അവശേഷിക്കുകയുള്ളെന്ന് സോളമൻ ഒരിക്കലും ചിന്തിച്ചില്ല. When Solomon was building the temple, he never realized only the stones will be remain later. കാണുന്നത് താൽക്കാലികമാണെന്ന് സോളമൻ പോലും ചിന്തിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. I don't think even Solomon realized that what we are seeing is temporary. കാണാത്തത് മാത്രമേ നിത്യമായുള്ളെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. Solomon did not think that things which are not seen are eternal. എന്നാൽ ഈ വലിയ അറിവ് നമ്മൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. But this great truth has been revealed unto us. എനിക്കറിയാം നിങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. I know for sure you have read these verses. ഇത് പല പ്രാവശ്യം സൺഡേ സ്കൂളിലും ബൈബിൾ ക്ലാസ്സുകളിലും നിങ്ങൾ പറഞ്ഞ ക്വിസിന് സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. I know in your Sunday school and in your Bible study you have studied and got quiz prizes. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? But my question today is, what are you looking forward to? യഥാർത്ഥത്തിൽ എന്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുക. In truth, what you are looking for? അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾ നിത്യമായ കാര്യത്തിലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, you will smile. If you are looking at eternal things, then you will smile. സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് നിറയും. Your face will be lightened up with joy. ഇന്ന് അല്ലാണ്ട് 50 ലക്ഷം നഷ്ടം വന്നവരെ പോലെ ഇങ്ങനെ ഇരിക്കത്തില്ല. Or you will not feel sorrowful like losing 50,000 or 50 നിങ്ങൾക്ക് lakhs. ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ? 2021 നോക്കി Are you able to smile looking at this year 2021? ഉണ്ടോ? Are you able to? No. എന്നാൽ ഈ നിത്യമായ കാര്യത്തെ ഒന്ന് ചിന്തിച്ചാൽ മതി. But just think of these eternal things. കാണുന്നത് താൽക്കാലികമാണ്. What you see are temporary. അത് നൊടി നേരത്തേക്കുള്ളതാണ്. Is for a few moments. വിതിൻ സെക്കൻഡിന് ഇതെല്ലാം മാറിപ്പോകും. Within seconds all this will change. നമ്മൾ എറ്റേണിറ്റിയിലേക്ക് ചെന്ന് ചേരും. We will reach eternity. ഇനി മറ്റൊന്നും കൂടി പറഞ്ഞാൽ, സത്യമായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ, നാം എറ്റേണിറ്റിയിലാണ് ജീവിക്കുന്നത്. But to tell you another real truth, we are actually living in eternity now. അല്ലാതെ തോന്നുന്നുണ്ടോ? Do you think otherwise? Yes, we are living in the eternity. നമ്മൾ നിത്യതയിലാണ് ജീവിക്കുന്നത്. We are living in eternity now. നാം സ്വർഗ്ഗത്തിൽ ഇരിക്കുകയാണ്. ആക്ച്വലി We are actually sitting in the heavens. നാം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്കാണ്. We are looking into heaven now. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ അറിവിലേക്ക് കടന്നു പോകാം. Let's come into the second knowledge. 5:1, 5-ാം അധ്യായം 1-ാം വാക്യം. 2 Corinthians chapter 5 verse 1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. 2 Corinthians chapter 5 verse 1. അവിടെ എഴുതിയിരിക്കുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ. For it says that if our earthly house of this tabernacle were dissolved. ഇത് നമ്മൾ ജീവിക്കുന്ന ഭവനമാണോ Is it the house in which we are living in? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I don't believe that is the case. കാരണം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. Because in verse 6 it says that knowing that while we are at home in the body. അതുകൊണ്ട് നമ്മുടെ ശരീരമാവുന്ന ഭൗമഭവനം എന്ന് നമുക്ക് വിശ്വസിക്കാം. So we can believe that it is our home. അതിനെക്കുറിച്ച് പറയുകയാണ്, അത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു. We have building of God and house not made with hands, eternal in the heavens. അപ്പോൾ ഭൗമഭവനം അല്ലെങ്കിൽ ഈ കാണുന്ന ശരീരം അഴിഞ്ഞു പോകുന്നതാണ്. So the home or this body is going to be dissolved one day. ഇത് അഴിയാത്തതല്ല. This is not undissolvable. ഇതൊരിക്കലും അഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. One day it will definitely get dissolved. നമുക്ക് ആ ലെൻസ് കൊണ്ട് ഈ വാക്യത്തെ നോക്കാം. Now let's look at that lens and see this verse. നാം കാണുന്നത് എന്താണ്? What are the things we see? മനോഹരമായി പൗഡറൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ശരീരം ഭൗമഭവനം. We see a temporary home which we have decorated and perfumed and brought forth today morning. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലന് പറയാൻ എന്തുള്ള, അല്ലെങ്കിൽ ദൈവാത്മാവിന് പറയാൻ എന്താണുള്ളത്? താൽക്കാലികം. What does Apostle Paul or God's Holy Spirit tell us? That it is temporary. എന്നാൽ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മൾക്ക് മറ്റൊരു അറിവ് പറഞ്ഞു തരികയാണ്, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി
ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. But Paul's eternal knowledge is that we have a building of God and house not made with hands, eternal in the heavens. തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. It's verse 2 and 3 of 2 Corinthians chapter 5. 4-ാം വാക്യം കൂടെ, ഉരിയുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. Verse 4 of chapter 5. അപ്പോൾ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകാനുള്ളതും ഇത് താൽക്കാലികവുമാണ്. So this body is going to be dissolved and it is temporary. എന്നാൽ ദൈവം ദാനമായി നൽകുന്ന മറ്റൊരു ഭവനം നമ്മൾക്കുണ്ട്. But there is a house, a building of God and a gift from God. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു വാക്യം വിട്ടുപോയതാണ് നേരത്തെ പറയാൻ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ എന്നിലുള്ള പുതിയ മനുഷ്യൻ ക്ഷയിച്ചു പോകും. 16-ാം വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്യം. There is one verse which I wanted to tell you earlier, is 2 Corinthians 4:16, where Apostle Paul says, but through our outward man perish, but the inward man is renewed day by day. നമുക്ക് ഔട്ട്വേർഡ് മാനെ മാത്രം അറിയത്തുള്ളൂ. We only know about our outward man. അത് മാത്രമാണ് നമ്മൾ കാണുന്നത്. That's what we see. എന്നാൽ നമ്മുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിലുള്ള നാം നമ്മുടെ ഉള്ളിലുണ്ട്. There is a real me which is inside us. എൻ്റെ ശരീരത്തിനുള്ളിൽ ഞാനുണ്ട്. ഈ ഭൗമ ഭവനത്തിനുള്ളിൽ, in this earthly house there is me. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ഈ ഭവനം അഴിഞ്ഞു പോയാൽ ദൈവം എനിക്ക് മറ്റൊരു പാർപ്പിടം ഒരുക്കിയിട്ടുണ്ട്, അത് നിത്യമായ ഭവനമാണ്. But Apostle Paul is saying this earthly house may be dissolved, but an eternal home which is prepared by God is made for me. അപ്പോൾ ഞാൻ ഈ കാണുന്നതിനെ അല്ല, ഇത് താൽക്കാലികമാണ്, എന്നാൽ നിത്യമായ ഭവനത്തെ ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. I'm not looking at this earthly body, but I should be looking at eternal house which God is preparing. എന്നിട്ട് പറയുകയാണ്, ഈ ഭൗമഭവനത്തിൽ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടുള്ള ഉടുപ്പുള്ളവരായിരിക്കുന്നു, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. But we are prepared so that we may put the heavens inside us. നാം വാഞ്ചിക്കുന്നുണ്ടോ ആ സ്വർഗീയ പാർപ്പിടം, സ്വർഗീയ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ആ ഭവനം ധരിപ്പാൻ? Are we desiring to be clothed upon with our house which is from heaven? പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ വാഞ്ചിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? Apostle Paul says desiring. Do you know the meaning of that? ഞാൻ വാഞ്ചിക്കുന്നു, എന്തോ വലിയ താല്പര്യത്തോടു കൂടി എനിക്ക് അത് മതി, അതിനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. Earnestly desiring that I really want this and I need this. പക്ഷെ ചിന്തിച്ചു നോക്കുക, എപ്പോഴാണ് ഇത് ലഭിക്കുന്നത്? But think about it, when will we actually get it? എൻ്റെ ഭൗമഭവനം അഴിഞ്ഞു പോകും. But my earthly house should get dissolved. പിന്നെ എഴുതിയിരിക്കുകയാണ്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. And as long as I am in this tabernacle, I am groaning and being burdened. ഞാൻ ഈ ഭൗമഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഞരങ്ങുകയാണ്. I am being groaning by sitting in this tabernacle. ഇതിലും മഹത്തായ തേജസ്സേറിയ മറ്റൊരു ശരീരം എനിക്ക് ലഭിക്കാൻ പോകുകയാണ്. Better than this, a glorified body is waiting for me. വേദനയില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, നഗ്നമല്ലാത്ത മറ്റൊരു ശരീരം, where there is no pain and difficulty, a better body for us. അതിനായി ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. And I am groaning and I am burdened for that. നമ്മൾ അങ്ങനെ ഭാരപ്പെട്ട് ഞരങ്ങാറുണ്ടോ? Are we being burdened up for this? ഉണ്ടോ? Are we? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? What do we pray for? നാം ഭാരപ്പെടുന്നത് എന്തിനാ? Why do we get burdened for? നാം ഞരങ്ങുന്നത് എന്തിനാ? Why do we groan for? ഞാൻ ഉൾപ്പെടെ, including me. ഈ 10 കൂട്ടം 20 കൂട്ടം മരുന്ന് കഴിക്കുന്നത് എന്തിനാ? Why do I eat around 10 different? രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോണത് എന്തിനാ? Why do I get up at 3 o'clock and go to the gym? 1000-10,000 ഡ്രസ്സുകൾ ധരിക്കുന്നത് എന്തിനാ? Why do I wear dress costing thousands of ഏറ്റവും വില dollars? കൂടിയ പെർഫ്യൂം അടിക്കുന്നത് എന്തിനാ? Why do I put the most costly perfume? ഏറ്റവും വില കൂടിയ സാധനങ്ങൾ നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്തിനാ? Why do we spend much money upon our body? ഏറ്റവും ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് എന്തിനാ? Why do we eat much nutritious food? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭാരപ്പെട്ട് ഞെരുങ്ങുന്നതുകൊണ്ടാണോ? Are we because groaning in sitting in this body? അതെയോ ദൈവം പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിനായി വാഞ്ചിക്കുന്നതുകൊണ്ടാണോ? Or is it because we are desiring for the heavenly home which God is building for us?
നാം ചിന്തിച്ചു നോക്കുക, Let's think about this. ശോധന ചെയ്ത് നോക്കുക, Let's examine ourselves. എന്നിട്ട് പറയുക ഞാനിത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. And then say whether I know it or not. ഓക്കെ, ഇതറിഞ്ഞാൽ 2021 നമുക്കൊരു വിഷയമേ അല്ല. If we know this, 2021 is not a problem for us. 2021 എന്ത് തന്നെ സംഭവിക്കട്ടെ, Whatever happened in 2021, എന്റെ ശരീരം അഴിഞ്ഞു പോകട്ടെ, let my body be dissolved. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ. Let everything that I have be lost. പക്ഷേ ഒന്ന് നമുക്കറിയാം, എനിക്കുള്ളതെല്ലാം വിട്ടുപോയാലും ദൈവം കൈപ്പണിയായ ഒരു നിത്യമായ ഭവനം എനിക്ക് ഒരുങ്ങുന്നുണ്ട്. And I know that whatever I lose, there is a house not made with hands prepared in heaven for ഈ me. അറിവ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കത്തില്ല. If I have the real knowledge of this inside my heart, then I will not even shed one drop of tear. ഒരു നിമിഷം പോലും നിരാശപ്പെടത്തില്ല, I will not be discouraged for one moment. ഒരു നിമിഷം പോലും സന്തോഷിക്കാതിരിക്കത്തില്ല. I will not be happy even for a moment. അതുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, നാം ഇത് അറിയുന്നില്ല. We have to really confess that we do not നാം know this. സമ്മതിച്ചേ പറ്റത്തുള്ളൂ, നാം ഇത് വിശ്വസിക്കുന്നില്ല. We have to accept that I don't believe this. നമുക്ക് അടുത്ത അറിവിലേക്ക് കടക്കാം. Let's go to the next knowledge. 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. 2 Corinthians 5:16. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. 2 Corinthians 5:6. Therefore we are always confident, knowing that whilst we are at home in the body, we are absent from the Lord. നമുക്ക് ഇനിയും ഈ വാക്യങ്ങളും ആ ലെൻസ് കൊണ്ട് നോക്കാം. Now let us look at this verse with the earlier lens. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ശരീരത്തിൽ വസിക്കുക എന്നുള്ള കാര്യമാണ്. It is speaking about living in the body. അത് നമുക്കറിയാം താൽക്കാലികമാണ്. We know that is temporary. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിത്യമായ കാര്യത്തെയാണ്. But Paul is telling that we are looking at eternal things. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, നാം ഈ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു. Apostle Paul is telling that while we are living in this body, we are away and we are pilgrims from the Lord. എന്ന് അവരറിയുന്നു. They know this. ഓക്കെ, പക്ഷേ നാം എന്തറിയുന്നു? But what do we know? നാം വിചാരിക്കുന്നത് നാം എവിടെയാണ്? നാം ഈ ഭൂമിയിൽ സ്വദേശികളാണ്. We think that we are natives of this earth. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നതാണ്. That's what we see with our eyes. എനിക്കറിഞ്ഞുകൂടെ നിങ്ങൾ എത്ര പേര് ഇന്ത്യയെക്കുറിച്ച് വാഞ്ചിക്കുന്നുണ്ടെന്നുള്ളത്. I do not know how many of you are really desiring of India. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വാഞ്ചിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know how many of you really want to go back to India. എൻ്റെ ഉള്ളിൽ വാഞ്ചയുണ്ട്. Inside my heart I have this great desire. എത്ര ഇനിയിപ്പോൾ എത്ര വളർന്നാലും അല്ല എത്ര പണം കിട്ടിയാലും എത്ര കിട്ടിയാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ സ്വദേശത്തെക്കുറിച്ച് എനിക്കൊരു വാഞ്ചയുണ്ട്. How much ever I get money or grow, inside my heart I have a great desire for my native place. Maybe ഈ സർക്കംസ്റ്റൻസ് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. Because of circumstances I may be staying in Australia. പക്ഷേ എൻ്റെ വാഞ്ച എപ്പോഴും ഞാൻ ജനിച്ചു വീണ എൻ്റെ സ്വദേശത്തോടാണ്. But my desire is always to the place where I was born, my native place. എനിക്കറിയാം അവിടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ആയിരിക്കേണ്ടത്. That is where I should really be living. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്കൊരു വാഞ്ചയുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്, I am not belongs to this place. And Apostle Paul is having this thought and desire that I don't belong to this here. ഞാൻ ഇവിടെ പരദേശിയാണ്. I am a pilgrim here. എത്രയായാലും നമ്മളെല്ലാവരും എത്ര സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, നാം ഇവിടെ പരദേശികളാണ്. And how much our citizenship we get, inside our heart we admit one thing, we are foreigners here. ദൈവവചനം പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാണ്. God's word says that our citizenship is in heaven. നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലാണ്. Our own place is in heaven. ഇവിടെ നാം പരദേശികളാണെന്നുള്ള കാര്യം അറിയണം. We should know that we are foreigners here. ഇനി ആ ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് താൽക്കാലികമാണ്. When we look through that lens, we see this is temporary. ഇതൊരു ടെമ്പററി വിസ മാത്രമാണ്. This is only a temporary visa. പെർമനന്റ് വിസ അല്ലെങ്കിൽ പെർമനന്റ് സിറ്റിസൺ ഇൻ ഹെവൻ. Our permanent citizenship is in ഇതാണ് പൗലോസ് heaven. പറയുന്നത്, ഇത് താൽക്കാലികമാണ്, എന്നാൽ നിത്യമായ മറ്റൊന്നുണ്ട്, സ്വർഗീയ ദേശം, സ്വദേശം, അവിടെ അതിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. Apostle Paul says the earth is temporary, but we have a homeland that is heaven. ഇനി പറയുക, നാം ഏത് ദേശത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? Now let's think now which land are we looking for? ഈ അറിവ് നമ്മൾ വായിച്ചിട്ടുണ്ട്. We got this knowledge from this verse. നാം ചിന്തിച്ചു നോക്കുക, നാം എന്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? But think about it, what are we really looking at? നാം നമ്മുടെ സ്വദേശത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Are we looking at our homeland? അതെയോ
Or നാം പരദേശികളായി പാർക്കുന്ന ഈ ദേശത്തെയാണോ സ്വദേശമായി കരുതുന്നത്? or do we think this place where we are foreigners as our homeland? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇത് താൽക്കാലികം മാത്രമാണ്. And God's Holy Spirit is telling us this place is temporary. ഒരിക്കൽ നാം ഈ ദേശം വിടും. One day we will depart from this place. നാം നമ്മുടെ സ്വദേശത്ത് എത്തിച്ചേരും. We will reach our homeland. അതാണ് ഈ വചനം പറഞ്ഞു തരുന്നത്. That is what this verse tells ഈ us. അറിവ് നമ്മൾക്കുണ്ടായെങ്കിൽ If we have this knowledge, 2021 കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. there is no need to be afraid about 2021. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നാം നമ്മുടെ സ്വദേശത്ത് എത്തിച്ചേരും. Whatever happens, we'll reach our homeland. അവിടെ ആരുണ്ട്? Who is there? കേൾക്കത്തില്ല. നാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരും. We will reach our own home. നാം ഭവനം എന്ന് പറയുമ്പോൾ അവിടെ ആര് കാണും? When we say home, who will be there? പിതാവ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അതാണല്ലോ നാം ഭവനം എന്ന് വരുന്നത്. A father or our parents, that's what we think when we say home. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ആഗ്രഹവുമില്ല. കാരണം അവിടെ ആരും ഇല്ല. ഒരു പഴയ കെട്ടിടം വല്ലതും കാണുമോ? If you ask some people, they don't have decided to go back home because there is only building left. ഭവനം ഉണ്ടെങ്കിൽ തന്നെ മാറാല പിടിച്ചെടുക്കുന്ന ആ ഭവനത്തിലേക്ക് പോകാൻ ആർക്ക് ഇഷ്ടം കാണും? And nobody wants to go back to old houses. എന്നാൽ ചിന്തിച്ചു നോക്കുക, ഇപ്പോൾ കുഞ്ഞോളമ്മ അടുത്ത ദിവസം നാട്ടിലേക്ക് കടന്നു പോകും. Now Kunjwala Mama is going to native place എന്തിനാ shortly. പോകുന്നെ? Why is she going? ഉറക്കെ പറ. അവിടെ നിന്ന് വലിയൊരു അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചനെ കാണാൻ. That's true. To see the Father, that's the truth. അതാണ് നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. That is what is attracting us. ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കാൻ നമ്മളെ മാടി വിളിക്കുന്നത് ആ സ്നേഹമാണ്. That is the love that is calling us to go to our home. അതുകൊണ്ട് പറയാൻ സാധിക്കും, ഞാനിവിടെ പരദേശിയാണ്, ഞാൻ സ്വദേശത്തിലേക്ക് കടന്നു പോകുന്നു, അവിടെ എൻ്റെ അപ്പൻ എന്നെ കാത്തിരിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ കാത്തിരിക്കുന്നു. That is why we can say, I'm a foreigner here, I want to go back to my home where my father is waiting for me. കാരണം എനിക്ക് എൻ്റെ പിതാവിനെ കാണണം. Because I want to see my father. എനിക്ക് ആ സ്നേഹം ഒന്നുകൂടി രുചിച്ചറിയണം. And I should experience that love once more. പറ്റുമെങ്കിൽ ആ കരവലയത്തിൽ നിന്ന് ഒതുങ്ങണം. Or I should get into that embrace once more. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ മാറോട് ചേർത്ത് അണച്ച എൻ്റെ പിതാവിന്റെ സ്നേഹത്തെ ഒന്നുകൂടി നുകരണം. I should experience that embrace of my father which I experienced. ഞാൻ എൻ്റെ മാതാവിന്റെ ആ മാറിന്റെ ഊഷ്മളത ഒന്നുകൂടി എനിക്ക് അറിയണം. I should experience the warmth of my mother's once more. ഞാൻ ജനിച്ചു വളർന്ന ആ ഭവനത്തിന്റെ സ്നേഹത്തിന്റെ തണലിൽ ഒന്നുകൂടി ആയിരിക്കണം. Once more I should be in the shelter of the love of my home of my earlier years. അതുകൊണ്ടാണ് 1000 2000 ഇല്ലാത്ത പൈസ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് അങ്ങോട്ട് പറക്കുന്നത്. That's why we spend money like 1000 or 2000 and fly home. തിരിച്ചു വരുമെന്ന് എപ്പോൾ വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. We don't know when we can come back. But I am going. So അതാണ് സ്വദേശത്തോടുള്ള സ്നേഹം. കാരണം അവിടെ പിതാവുണ്ട്. That is the love of the homeland because father is there. എവിടെ? സ്വർഗ്ഗത്തിൽ. സ്വർഗീയ ദേശത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. I am talking about heavenly home. എന്നാൽ അതിനെ സ്നേഹിക്കാത്തവർക്കോ? But people who don't love that. അവർക്ക് ഇവിടമാണെല്ലാം. For them everything is here. അവർ 2019 കുറിച്ചും കരയും, 20 കുറിച്ചും 21 22 23 കുറിച്ചും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. They will be crying about 19 20 21 22. അവർ ഈ ദേശത്തെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. They are worried about this place. അവർക്ക് ഒരിക്കലും സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹം കാണത്തില്ല. They don't have the interest to go. അവർ ഇതിനെയാണ് സ്വദേശമായി കരുതുന്നത്. They consider this place as their homeland. ഒരിക്കലും ഇതിനെ പരദേശമായിട്ട് വാസമായിട്ട് കണക്കാക്കാൻ കരുതത്തില്ല. They are not able to consider this land as a foreign country. ഓക്കെ, നമുക്ക് 2 വാക്യങ്ങൾ തൊട്ടടുത്തേക്ക് വായിച്ച് നിർത്തിക്കോളാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? 7-ാം വാക്യം, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. Verse 7 and 8 of 2 Corinthians chapter 5. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? What should we do now? പൗലോസ് അപ്പോസ്തലൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കണം. Finally Apostle Paul is telling that for we walk by faith not by sight. ഈ കാണുന്നതെല്ലാം താത്കാലികമാണ്. Whatever see are temporary. ഒന്നെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ ഏറിയാൽ 70 വർഷം കഴിയുമ്പോൾ ഇത് മാറിപ്പോകും. Either 10 20 or maximum 70 years it will pass away. താൽക്കാലികമാണ്. All these are temporary. എന്നാൽ അതിനുശേഷം നാം നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരും. But after that we will reach our eternal home. കൂടാരമായി ഭവനം അഴിഞ്ഞു പോകാനുള്ളത് തന്നെയാണ്. This earthly house is going to be dissolved. ഇതിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല. Nobody can hold fast to this. എന്നാൽ അറിയണം, നിത്യമായ ഒരു ഭവനം നമ്മൾക്കുണ്ട്. But we know that we have an eternal home. അവിടെ സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ പിതാവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. And in that eternal home our heavenly Father is waiting for us. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട്
തൊട്ട് മുകളിൽ പറയാൻ എനിക്ക് സമയം വിട്ടുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് കാണുന്നു എന്ന് അറിയുന്നുണ്ട്. And Apostle Paul is telling in the earlier verse, how do I see these things? ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഇത് കാണുന്നു. I am able to see that through the eyes of the spirit of faith. ദൈവം വിശ്വാസത്തിന്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. God has given me the spirit of faith. ആ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്റെ ഭൗമഭവനം കാണാൻ സാധിക്കും. And with the eyes of the spirit I am able to see my eternal home. എനിക്കായി പിളർന്ന ആ ചങ്ക് കാണാൻ സാധിക്കും. I can see a body that is broken for me. എനിക്കായി കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിനെ എനിക്ക് കാണാൻ സാധിക്കും. I am able to see the heavenly Father waiting for me. ഞാൻ ഈവൻ വിടാൻ പോകുന്ന ആ ദിനത്തെ എനിക്ക് കാണാൻ സാധിക്കും. I can even see the day I am going to depart from the world. സ്വർഗീയ ഭവനത്തെ കണ്ടു കഴിഞ്ഞാൽ, if I see the eternal home, നാം ഇത് മറന്നു, and we will forget other things. ഇവിടെയുള്ളതിനെ കുറിച്ച് കരയത്തില്ല. We will not cry about things here. 2020 കുറിച്ച് ഒട്ടും ആകാംക്ഷ ഉണ്ടാകത്തില്ല. We will not have any anxiety about 2021. അതുകൊണ്ട് therefore നമുക്ക് വിശ്വാസത്താൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഈ 2021 നടക്കാം. So in 2021 let's walk by faith, not by sight. അതിന് വേണ്ടത് കർത്താവിനോടുകൂടെ വസിക്കാൻ നാം ഇഷ്ടപ്പെടണം. For that we should be willing to be walking with the Lord. നമ്മുടെ സ്വദേശത്തിൽ ഒരു ശത്രുവിന്റെ അടുത്തേക്കാണ് നാം പോകുന്നതെങ്കിൽ നാം ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടുകയില്ല. If we are going to a homeland where there's an enemy, we don't want to go there. നമുക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാകുകയില്ല. We will never have this desire. എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാം പോകാൻ ആഗ്രഹിക്കും. But if we know there's a person living there, then we can want to go there. നമ്മുടെ സ്വദേശത്തെ, സ്വർഗീയ ദേശത്ത് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് അവിടെയുണ്ട്. In our homeland, the person who loves us the most, our Lord is living there. നമ്മെ പ്രാണനും വെടിഞ്ഞ് സ്നേഹിച്ച നമ്മുടെ കർത്താവ്, The Lord who gave his life for us and loved us, he is there. പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് അവിടെ കാത്തിരിക്കുന്നു. Lord who is loving us more than our mother is living there. അവന്റെ കൈകാലുകൾ നമുക്ക് വേണ്ടിയാണ് തുളയ്ക്കപ്പെട്ടത്. His feet was pierced for us. അവന്റെ മാറ് പിളർന്ന് ചോരയൊഴുക്കിയത് എന്നെ അങ്ങോട്ട് അണയ്ക്കാൻ വേണ്ടിയാണ്. And from his body the blood flowed through so that he could embrace me. The most loving person. അവൻ അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. And most loving person is അതുകൊണ്ട് waiting for us. അവനോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് കാഴ്ചയാലെയല്ല വിശ്വാസത്താൽ നടക്കാം. So if we want to live with him, then we can walk by faith, not by sight. കാണുന്നതെല്ലാം മാറിപ്പോകും. All these things which are temporary will go away. കാണാത്തതെന്നാൽ അത് നിത്യമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. What we don't see are eternal, they will never be destroyed. അതുകൊണ്ട് നിത്യമായി നശിക്കാത്ത ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണാം. So we can look at the things which don't perish but exist eternally. We can see it with the eyes of our spirit. അതുകൊണ്ട് 3 അറിവുകളാണ് ഞാൻ പങ്കുവച്ചത്. I shared with you 3 knowledges. ഒന്ന്, നാം ഉയർത്തെഴുന്നേൽക്കും. 1, we will be resurrected. 2, നമ്മുടെ കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാലും നമുക്ക് മറ്റൊരു ഭവനം, സ്വർഗീയ ഭവനമുണ്ട്. If our earthly house of this tabernacle is dissolved, we've got an eternal home. നാം ഒരിക്കലും ലജ്ജിതരാകുകയില്ല, നഗ്നരാകുകയില്ല. We will never be ashamed or will never be naked. ദൈവം ദാനമായി നൽകുന്ന ആ സ്വർഗീയ ഭവനം നമുക്കുണ്ട്. We have a heavenly home which is a gift of God. മൂന്നാമത്തെ കാര്യം, നാം ഇവിടെ പരദേശികളാണ്. Thirdly, we are foreigners here. നാം ഒരിക്കലും സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോകും. One day we'll return to our native place. നമുക്ക് അതിനായി ആഗ്രഹിക്കാം. Let's be desirous of this. നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ആ ദിനത്തെ നോക്കിക്കാണാം. With our spiritual eyes, let's look forward to the day. കാണുന്നതിനെ എല്ലാം മറക്കാം, ഇതൊക്കെ മാറിപ്പോകുന്നു ചിന്തിക്കാം. Let's forget all the temporary things which we can see because they will go away. 2021 വളരെ സന്തോഷത്തോടുകൂടി വരവേൽക്കാം. നമുക്കതിനെ സന്തോഷത്തോടുകൂടി 2021 നടക്കാം. ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Let's welcome 2021 joyfully. Let's walk with this knowledge in the year 2021. May the Lord help us for that.